അടുത്തൊരു ബോച്ചേരി ലക്കി ഡ്രോ വിന്നറുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്കൊരു 10 ലക്ഷം രൂപ സമ്മാനമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലെ? ഇപ്പൊ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. വീട് വെക്കണം, കാറ് വാങ്ങണം, മക്കളെ പഠിപ്പിക്കണം, മക്കളുടെ കല്യാണം നടത്തണം, അങ്ങനെ കുറെ സ്വപ്നങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ ഇതുപോലത്തെ സ്വപ്നങ്ങൾ നടത്തിയെടുക്കാനാണ് ബോച്ചെട്ടി നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നിരിക്കുന്നത്. അതായത് ബോച്ചെട്ടി വാങ്ങുക, നമ്മൾ അത്ര മാത്രം ചെയ്താൽ മതി. ഇന്ന് ബോച്ചെട്ടി വാങ്ങുമ്പോൾ നമുക്ക് 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് മാത്രമല്ല, 25 കോടിയുടെ ബമ്പർ സമ്മാനം കൂടെ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഫ്ലാറ്റുകൾ, കാറുകൾ, ബൈക്കുകൾ, മൊബൈൽ ഫോണുകൾ, അങ്ങനെ പല കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അടുത്ത ഭാഗ്യശാലിയുടെ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തന്നെ ട്രൈ ചെയ്തു, പക്ഷെ കണക്ട് ആയില്ല. ഒന്നുകൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഹലോ, ഹായ് സജന, ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഓക്കെ, ചായയൊക്കെ കുടിച്ചോ? ചായയാണോ ഇഷ്ടം, കോഫിയാണോ ഇഷ്ടം? ചായ ആണല്ലേ? ഓക്കെ. അപ്പൊ ബോച്ചേട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട്, ഇട്ട് കുടിച്ചായിരുന്നോ? ഓക്കെ. അപ്പൊ ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ വിളിച്ചേ. ഓക്കെ, ബോച്ചേട്ടിയുടെ ലക്കി ഡ്രോ വിന്നർ ആയിട്ടുണ്ട് കേട്ടോ. 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് സജനിക്ക് അടിച്ചിരിക്കുന്നത്. ഹാപ്പി ആയോ? ഓക്കെ. എന്തായാലും നല്ല സന്തോഷ വാർത്തയായിട്ടല്ലേ ഞാൻ വന്നേ. ഞാൻ വന്നു കഴിഞ്ഞാൽ ചായ തരും എനിക്ക്. ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ടീം കോണ്ടാക്ട് ചെയ്യും കേട്ടോ. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ട് ഇരിക്കാം കേട്ടോ. എല്ലാരോടും പറഞ്ഞു ബോച്ചെട്ടി വാങ്ങാനായിട്ട്. ഓക്കെ. ആണോ? വളരെ നല്ല കാര്യമാണ്. ഇപ്പൊ നമുക്ക് 10 ലക്ഷത്തിന്റെ പ്രൈസ് മാത്രമല്ല, നമുക്ക് ബമ്പർ പ്രൈസ് 25 കോടിയാണ് വരുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോ ഫ്ലാറ്റ്, കാറ്, ബൈക്ക്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും വാങ്ങിക്ക, സന്തോഷായിട്ടിരിക്കാം കേട്ടോ. ഓക്കെ, ബൈ. പാവല്ലേ സജന ചേച്ചി. ഇന്നലെ നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കണക്ട് ചെയ്യാനായിട്ട്, പക്ഷെ കിട്ടിയില്ല. നോർമൽ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് മനസ്സിലായത് ചേച്ചിയുടെ ഫോൺ കംപ്ലൈന്റ് ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഉള്ള ഒരു ആൾക്കാണ് നമ്മൾ ഈ ഒരു 10 ലക്ഷം രൂപ സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ളത് എന്ന്. അപ്പൊ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ സാധാരണക്കാർക്ക് ഇതുപോലത്തെ ഉള്ള എമൗണ്ട്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമ്മാനങ്ങൾ കിട്ടുമ്പോഴാണ് അതിനൊരു വാല്യൂ ഉണ്ടാവുന്നത്. അപ്പൊ ഇതുപോലുള്ള സമ്മാനങ്ങൾ ഇനിയും സാധാരണക്കാർക്ക് കിട്ടട്ടെ. ബോച്ചെട്ടി വാങ്ങിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ട് ചായ കുടിച്ച് ആസ്വദിക്കുക.